സംസ്ഥാനത്ത് വീണ്ടും ഇതാ അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ റെഡ് അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. 5 ജില്ലകളിലാകട്ടെ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി നൗഫൽ ചേരുകയാണ്. നൗഫൽ, ഈ പുതിയ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ടായിരുന്നു, അത് പിൻവലിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും പല മുന്നറിയിപ്പുകളും എത്തുന്നു. അത് ശക്തമായ മഴയായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോഴിതാ അത് അതിതീവ്ര മഴയിലേക്ക് തന്നെ പോകുന്നു, റെഡ് അലർട്ടിലേക്ക്. ഏതൊക്കെ ജില്ലകളിലാണ് റെഡ് അലർട്ട്? എന്തൊക്കെയാണ് സാഹചര്യം പുതിയ മുന്നറിയിപ്പിൻ്റെ? അജിംഷാദ്, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ പറയുന്ന മഴ മുന്നറിയിപ്പിൽ പെട്ടെന്നൊരു മാറ്റമുണ്ടാകുന്നത്. ആ മാറ്റത്തിൽ വന്നപ്പോൾ പത്തനംതിട്ടയും കോട്ടയത്തും ഇടുക്കിയിലും ഇന്ന് റെഡ് അലർട്ടായിട്ട് മാറുകയാണ്. അതിതീവ്ര മഴയ്ക്കുള്ള സാഹചര്യമാണ് ഈ 3 ജില്ലകളിലും പറയുന്നത്. പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും നമുക്കറിയാം, പത്തനംതിട്ടയിലാണ് ഈ മഴ തുടങ്ങിയപ്പോൾ മുതൽ വലിയ വെള്ളപ്പൊക്കവും ഒക്കെ റാന്നിയിലും തിരുവല്ലയിലും അടക്കം വലിയ വെള്ളപ്പൊക്കത്തിലായിരുന്ന ഒരു പ്രദേശം പത്തനംതിട്ട ജില്ലയിലാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന മലയോര മേഖല അടങ്ങുന്ന പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ തന്നെയാണ്. കോട്ടയത്തും പാലാ നഗരത്തിൽ ഉൾപ്പെടെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വീണ്ടും ആവർത്തിക്കും. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഉച്ചയോടുകൂടിയാണ് ഈ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടാകുന്നത്. ഈ 3 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. മറ്റ് 5 ജില്ലകൾ അഥവാ കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കിയുള്ള 6 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നിലവിലെ സാഹചര്യത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഈ കൊല്ലം ഉൾപ്പെടുന്നുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും ആദ്യമേ തന്നെ വലിയ മഴയുടെയൊക്കെ ബുദ്ധിമുട്ട് നേരിടാത്ത ഒരു ജില്ലയായിരുന്നു. പക്ഷേ കൊല്ലത്തും ഇന്നിപ്പോൾ ഓറഞ്ച് അലർട്ട് ആയി മാറിയിട്ടുണ്ട്. നാളെ അത് വരുമ്പോൾ നാളത്തെ സാഹചര്യത്തിൽ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കിയുള്ള അവശേഷിക്കുന്ന ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നാളത്തെ സ്ഥിതി ഇപ്പോൾ പ്രവചിക്കാൻ കഴിയുന്നത്. ഇന്നെന്തായാലും ഈ പറഞ്ഞ 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം കൂടി പറയുന്നുണ്ട്. ആദ്യം നേരിട്ടതുപോലെയുള്ള ഗുരുതരമായ പ്രതിസന്ധികളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ഇപ്പോഴും ആളുകൾ വീട്ടിലേക്ക് പൂർണ്ണമായും മാറി തുടങ്ങിയിട്ടില്ല. ഏതാണ്ടൊക്കെ വെള്ളം ഇറങ്ങിയ സ്ഥിതിക്ക് തന്നെ മാറി തുടങ്ങാനുള്ള ഒരു സാഹചര്യമൊക്കെ ആയി വരുന്നതേയുള്ളൂ. അപ്പോഴാണ് പെട്ടെന്ന് വീണ്ടും ഒരു മഴ മുന്നറിയിപ്പിലേക്ക് ഈ 3 ജില്ലകൾ കടക്കുന്നത് എന്നുള്ളത് കൂടിയാണ് അജിംഷാദ്. തീർച്ചയായും. കാരണം ഇപ്പോൾ നൗഫൽ സൂചിപ്പിച്ചത് തന്നെ അതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. കാരണം ഈ മഴ ഇപ്പോൾ മാറി നിൽക്കുന്നതാണ് ഇപ്പോഴുള്ളൊരു ആശ്വാസം എന്ന് പറയുന്നത്. കാരണം സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയെ ക്രോഡീകരിക്കാൻ ഉദ്യോഗസ്ഥർ തലപ്പത്ത് പോലും കൃത്യമായി ഇല്ലാതിരുന്നത്, ക്യാമ്പുകളുടെ ദുരവസ്ഥ, ഇതൊക്കെ തുടരുന്നൊരു സാഹചര്യത്തിൽ ഒരു കേവല ആശ്വാസമാകുന്നത് മഴ ഒന്ന് മാറി നിന്നു, ഒന്ന് തമിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ വീണ്ടും മഴ വരുന്നു എന്ന് പറയുന്നതാണ് അവിടുത്തെ ഭയാനകമായ സാഹചര്യം. പ്രത്യേകിച്ച് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ റാന്നി, പത്തനംതിട്ട, കുട്ടനാട് അടക്കമുള്ള പ്രദേശങ്ങൾ, ഇടുക്കി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ അതിതീവ്ര മഴയിലേക്ക് പോയാൽ വലിയ സാഹചര്യങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ നേരത്തെ മഴയിലുണ്ടായ വെള്ളക്കെട്ട് പലയിടത്തുനിന്നും മാറിയിട്ടില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അതിതീവ്ര മഴ എന്ന് പറയുന്നത് ഭയാനകമായൊരു സാഹചര്യം, ഒരു ആശങ്ക സൃഷ്ടിക്കുന്നത്. അല്ലേ നൗഫൽ? അജിംഷാദ്, അതുതന്നെയാണ് ഈ പറയുന്ന വടക്കൻ കേരളത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയുടെ അലർട്ട് നിലനിന്നിരുന്നു. ഓറഞ്ചും റെഡുമായിട്ട് നിലനിന്നിരുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം മുതൽ കാസർഗോഡ് വരെ അത് നിലനിന്നിരുന്നു. തെക്കൻ കേരളത്തിൽ ഈ പറഞ്ഞ പത്തനംതിട്ടയിലും കോട്ടയത്തുമാണ്. സാധാരണ നമുക്കറിയാം കഴിഞ്ഞ പ്രളയകാലത്തും അല്ലാതെയൊക്കെ ഒരു ചെറിയ മഴയുണ്ടാകുമ്പോൾ ആലപ്പുഴ ജില്ലയും കുട്ടനാടും ഒക്കെ വെള്ളത്തിൽ ആഴ്ന്നു പോകുന്ന ഒരു സ്ഥിതിയാണ്. പക്ഷേ ഇത്തവണ ആലപ്പുഴയിൽ നിന്ന് വിപരീതമായി അല്ലെങ്കിൽ കോട്ടയത്തും പത്തനംതിട്ടയിലുമാണ് വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായത്. ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നതും പത്തനംതിട്ട ജില്ലയിലാണ്. മലയോര പ്രദേശത്ത് ഈ പറഞ്ഞ റാന്നി അടക്കമുള്ള തിരുവല്ല അടക്കമുള്ള പ്രദേശങ്ങളിലാണ്. അതൊന്ന് മാറി ആശ്വാസകരമായ കാര്യങ്ങളിലേക്ക് വരുമ്പോഴാണ് ഇന്നിപ്പോൾ പിന്നെയും ഈ ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. അജിംഷാദ് പറഞ്ഞതുപോലെ ഈ പറയുന്ന വകുപ്പ്, അതായത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സെക്രട്ടറി പോലും ഇല്ലാതിരുന്ന ഒരു വലിയ അനാസ്ഥ നിലനിന്നിരുന്നു. ഈ പറയുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്യുമ്പോഴും ഈ അലർട്ട് നൽകുന്ന കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ആ സ്ഥാനത്ത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഇല്ലാത്ത ഒരു സാഹചര്യം അത് കഴിഞ്ഞ ദിവസമാണ് നിയോഗിച്ചത് എന്ന ഒരു വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ വിമർശനം കൂടി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല അന്ന് തന്നെ ഈ മുന്നറിയിപ്പ് നൽകുന്നതിൽ റവന്യൂ വകുപ്പിൻ്റെയും മുഖ്യമന്ത്രിയുടെയും അല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഒക്കെ ഏകോപനമില്ലായ്മ, രണ്ടുപേരും രണ്ടഭിപ്രായം പറയുന്ന ഒരു സ്ഥിതിയൊക്കെ നമ്മളന്ന് കണ്ടതാണ്. വലിയ വിമർശനങ്ങൾക്കും അത് വഴിവെച്ചതാണ്. ഈ പറയുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലടക്കം അവിടെ കഴിയുന്ന ആളുകൾ വലിയ വിമർശനം അല്ലെങ്കിൽ ഭക്ഷണം എത്തിക്കാൻ താമസിക്കുന്നു, കറണ്ടില്ലാത്ത ഒരു സാഹചര്യം, കൂടുതൽ അതായത് സൗകര്യങ്ങളില്ല
ഇല്ലാത്തയിടത്ത്, ബാത്റൂമിൻ്റെ പോലും സൗകര്യമില്ലാത്തയിടത്ത് 2 ബാത്റൂമുകൾ, അനേകം 100-ലധികം ആളുകൾ വസിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോലും 2 ബാത്റൂമുകൾ ഉള്ള ഒരു സ്ഥിതിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം വിവിധ ജില്ലകളിൽ നിന്ന്, പ്രത്യേകിച്ച് പത്തനംതിട്ടയിലൊക്കെ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. ആ ഒരു പ്രതിസന്ധിയൊക്കെ ഒന്ന് മാറി വരുന്നു, അല്ലെങ്കിൽ പത്തനംതിട്ടയിലൊക്കെ പൂർണ്ണമായും വെള്ളം ഇറങ്ങി തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. ആളുകളൊക്കെ ഇന്ന് ഉച്ചയോടുകൂടി അല്ലെങ്കിൽ ഇന്ന് തന്നെ വീടുകളിലേക്ക് മാറാൻ വേണ്ടി കഴിയും എന്ന ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോഴാണ് ഈ 3 ജില്ലകളിൽ ഇന്നിപ്പോൾ വീണ്ടും പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും അടക്കം 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നൊരു പ്രതിസന്ധി കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞതുപോലെ 3 മലയോര ജില്ലയാണ് ഈ പറയുന്ന. ഇടുക്കിയിലടക്കം ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലടക്കം ലാൻഡ് സ്ലൈഡിംഗ് ഒക്കെ നിലനിൽക്കുന്ന ഭീഷണി നേരിടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇടുക്കിയൊക്കെ ഉൾപ്പെടുന്നത്. ആ ഒരു ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ 3 ജില്ലകളിൽ, അതായത് ഇത് പ്രഖ്യാപിച്ച ദിവസം മഴ ഉണ്ടായതിൻ്റെ അന്ന് ഈ അലർട്ട് നൽകുന്നതിൽ ഉണ്ടായ വീഴ്ച വലിയ ആരോപണം നേരിട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാവണം ഇന്ന് ഉച്ചയോടുകൂടി തന്നെയാണ് ഈ പെട്ടെന്നൊരു മുന്നറിയിപ്പിൽ മാറ്റമുണ്ടായി. ഈ 3 ജില്ലകളിൽ റെഡ് അലർട്ടും നേരത്തെ പറഞ്ഞ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ട് ക്രമത്തിൽ ഇന്ന് തന്നെ ഉച്ചയോടുകൂടി ഇത്തരത്തിലൊരു നിരീക്ഷണം വന്നിട്ടുള്ളത്. അജിംഷാദ്.